സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം സുഹൃത്ത് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ശരിയാണ്. സുഹൃത്തിന്റെ ഹണിമൂൺ കാലാണ്. അപ്പൊ ഈ ഹണിമൂൺ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയി എന്നതാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ജനിക്കാത്ത കുട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവാണ്. യെസ്, മീഡിയ വൺ വോട്ട് പാത തൃശ്ശൂരിലാണ്. അപ്പോൾ ശ്രദ്ധേയരായ സ്ഥാനാർത്ഥികളെ തേടിയുള്ള അന്വേഷണത്തിലൂടെ രണ്ടുപേരെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടി. അതെ, ഒന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയും മറ്റൊരാൾ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തും. രണ്ടുപേരും സ്ഥാനാർത്ഥികളാണ്. സുജിത്ത് നമുക്കറിയാം, സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് വാർത്തകളിൽ നിറയുകയും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നൽകുകയും ചെയ്തു. സുജിത്തിന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, സുജിത്തിന് വേണ്ടി ഇവിടെ പ്രചാരണത്തിന് ഇറങ്ങിയതാണ് അനിൽ അക്കര. അനിൽ അക്കരയും നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൂരെയുള്ള മറ്റൊരു പഞ്ചായത്തിലാണ്. പക്ഷേ സുജിത്തിന് വേണ്ടി ഒരുപാട് ദൂരം ഓടി ഇവിടെ എത്തിയതാണ്. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടി നമുക്ക് ചോദിക്കാം. സ്വാഗതം ശ്രീ അനിൽ, എങ്ങനെ പോകുന്നു ക്യാമ്പയിൻ? അല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചോളം പുത്തിരിയായ തെരഞ്ഞെടുപ്പല്ല. ഞാൻ 2000-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്, 2005-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്, 2020-ലെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. പിന്നീട് 2016 അസംബ്ലി മത്സരിച്ചു, പിന്നെ 2021 മത്സരിച്ചു. ഇപ്പൊ വീണ്ടും 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാം, അടാട്ടിൽ മത്സരിക്കാം. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ കടന്നു പോകുന്നില്ല. അന്ന് എനിക്ക് സുഹൃത്തിന് എത്ര പ്രായം? 30 അന്ന് പിന്നെ ഞാനന്ന്, ഇപ്പം നിങ്ങൾ മുതിർന്നതെന്ന് പറഞ്ഞാലും ഞാനകത്ത് വിയോജനക്കുറിപ്പുള്ള ആളാണ്. പിന്നെ ഞാൻ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ സുഹൃത്തിനേക്കാൾ 3 വയസ്സ് പ്രായം കുറവാണ്. 26 വയസ്സ് കഴിഞ്ഞ് 27ാമത്തെ വയസ്സിൽ ആണ് ഞാൻ. കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഡിഗ്രി സെന്റ് തോമസ് കോളേജിലേക്ക് വന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ഇത് പഴയ കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഇതിപ്പോൾ കുന്നംകുളം അസംബ്ലിയാണ്. ഞങ്ങളൊക്കെ അടാട്ടുകാരൊക്കെ കുന്നംകുളത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ വടക്കാഞ്ചേരിക്ക് മാറിയതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സുജിത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ UDF ഒറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരില്ല. ഇത്തവണ വളരെ സജീവമായി ചൊവ്വന്നൂർ ബ്ലോക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. പ്രാദേശിക വിഷയങ്ങളാണ് കുന്നംകുളത്തും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെങ്കിൽ തൃശ്ശൂരിലെ ഈ പറയുന്ന ചൊവ്വന്നൂർ ബ്ലോക്കിൽ സുജിത്ത് മത്സരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ കിരാതമായ മർദ്ദനത്തിന്, കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സുജിത്തിന്റെ അനുഭവങ്ങൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കണം. കാരണം പോലീസ് പിന്നെ കാലങ്ങളായി മാറി. പണ്ട് കുട്ടമ്പിള്ള പോലീസ്, ടൗസറിട്ട പോലീസ്, ബൂട്ട് കൊണ്ട് ചവിട്ടുന്ന പോലീസാണ് ഉണ്ടായിരുന്നത്. അത് മാറി എന്ന് പറയുമെങ്കിൽ കൂടിയും പുതിയ വേർഷനാണ്, കുട്ടമ്പിള്ളയുടെ പുതിയ വേർഷനാണ് കുന്നംകുളത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ ഒരു തിരിച്ചടി ഈ സംസ്ഥാന ഗവൺമെന്റ് പോലീസിനെതിരായി ഉണ്ടാകണം എന്നുള്ളതുകൊണ്ടാണ് സുജിത്തിനെ മത്സരിപ്പിക്കുന്നത്. അത് ഒരു സ്റ്റേറ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ പ്രചരണത്തിന് വന്നത്. യെസ്, സുജിത്ത്, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നേരിടേണ്ടി വന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നു. അന്ന് നേരിടേണ്ടി വന്നതൊക്കെ ഇപ്പോഴും വേദനിപ്പിക്കാറുണ്ടോ? അത് ഉയർത്തി തന്നെയാണോ വോട്ട് ചോദിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതായത് പ്രതിപക്ഷം കൂടി ഇല്ലാത്തൊരു ബ്ലോക്ക് പഞ്ചായത്താണ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ഒരു 1000 വോട്ടിൻ്റെ അടുത്ത് ലീഡും അവർക്കുണ്ട്, CPM ലീഡുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്യണം. പിന്നെ ഒരു യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണത്. അതായത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്ന കൂട്ടുകാർക്ക് എതിരെയുള്ളൊരു ആക്ഷേപം വന്നപ്പോൾ അതിന് ചോദ്യം ചെയ്തതിനാണ് പോലീസ് എന്നെ മർദ്ദിച്ചത്. പിന്നെ വീണ്ടും ഇവിടെ കുന്നോളത്ത് സംഭവം ഉണ്ടായിട്ടുള്ളത്, കുന്നോളം ഉത്സവത്തിനോടൊക്കെ അനുബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു സ്വാധീനമൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ചർച്ചാ വിഷയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ നമ്മൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, പൊതുകാര്യങ്ങൾക്കൊക്കെ ആയിട്ട്, ഉത്സവത്തിൻ്റെ ബന്ധപ്പെട്ടൊക്കെ ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പോലീസിനെ ആയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് ഈ ഇലക്ഷൻ. ഇല്ല, തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോലീസിൽ നീതി കിട്ടിയത് കൊണ്ടാണോ സുജിത്തിന് സീറ്റ് കൊടുത്തത്? അതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ പോലീസ് നമ്മുടെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടില്ല. ഇതിന്റെ തെളിവുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ വിഷയത്തിലേക്ക് കടന്നു പോയില്ല. ഓരോ വിഷയം എടുത്താൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാന കാലത്ത് ഉരുട്ടിക്കൊലയുമായി ബന്ധപ്പെട്ടുള്ള, പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊല നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ചെയ്താണ് അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് നിരവധി, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല, പക്ഷെ ആ ഒരു ഗവൺമെന്റ് ഈ പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി മർദ്ദനങ്ങൾ പോലീസ് സ്റ്റേഷനും പുറത്തും ഏറ്റു എന്ന് പറയുന്ന അന്നത്തെ DYFI നേതാവായി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ക്രൂരമായ മർദ്ദനങ്ങൾ പോലീസിനകത്ത് വരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. DYFI ആയിരുന്ന പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അതെന്താണ് പറഞ്ഞത് അതിന് ഘടകം വരുന്നതായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യാൻ. അപ്പോൾ അതാണ്. പിന്നെ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം സുഹൃത്ത് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ശരിയാണ്. സുഹൃത്തിന്റെ ഹണിമൂൺ കാലാണ്.
അപ്പോൾ ഈ ഹണിമൂൺ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയി എന്നതാണ്. അപ്പോൾ അത് സാറില്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭാര്യയും ഭർത്താവും കൂടി ഈ കസ്റ്റഡി മർദ്ദനങ്ങളുടെ തുടക്കം എനിക്ക് തോന്നുന്നു സുജിത്തിന്റെ ആ പരാതിയായിരുന്നു. അതിനുശേഷം നമ്മൾ നിരവധി ഇടങ്ങളിൽ നിന്ന് ഇത് സമാനമായ പരാതികൾ കേട്ടു. പോലീസിൽ നിന്നുണ്ടാകേണ്ടി വന്ന ദുരനുഭവങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കേട്ടു. പക്ഷേ അതിലൊക്കെ ഒരു തൃപ്തികരമായ ഇടപെടൽ നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഈ നടപടി എന്ന് പറയുന്നത് ഇത് മുന്നേ എടുക്കാവുന്നതായിരുന്നു. കാരണം അന്നത്തെ ഉദ്യോഗസ്ഥർ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ വിഷ്വൽസ് മുന്നേ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ മുന്നത്തെ CI ആയിരുന്നിട്ടുള്ള ഷാജഹാൻ ഉൾപ്പെടെ പിന്നെ അന്നത്തെ കമ്മീഷണർ എല്ലാവരും ഒരുവിധം എല്ലാവരും ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുള്ളതാണ്. ഇത് പൊതുജനത്തിന് മുന്നിലേക്ക് വന്നപ്പോഴാണ് ഇത് വലിയ വാർത്തയായപ്പോഴാണ് അവരത് സസ്പെൻഷനിലായിട്ട് തീരുമാനം എടുത്തത്. അതിന് മുന്നേ സ്ഥലം മാറ്റം നോട്ട് പനിഷ്മെന്റ് അല്ലേ? ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാറ്റാം, ഗവൺമെന്റ് സ്വന്തമല്ലേ. ശ്രീ അനിലക്കര, ഒരു പക്ഷേ കേരളത്തിൽ ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞാൽ ഒരു വലിയ സർപ്രൈസ് കാൻഡിഡേറ്റ്ഷിപ്പ് ആയിരുന്നു അടാട്ട് പഞ്ചായത്തിലേക്ക് വീണ്ടും അനിൽ അക്കര ജനവിധി തേടുന്നത് എന്നുള്ളത്. അത് നേരത്തെ അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നോ? പാർട്ടി പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുകയായിരുന്നു? അല്ല, ഇതിനകത്ത് അങ്ങനെ സർപ്രൈസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. ഞാൻ 2021 പരാജയപ്പെട്ട മെയ് മാസം 5-ാം തീയതി എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് ഞാൻ അന്നൊരു തീരുമാനം എടുത്തിരുന്നു. എൻ്റെ പരാജയം എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട്. ഞാൻ മറ്റ് ഒരു ഹൈ പ്രൊഫൈൽ രാഷ്ട്രീയക്കാരനല്ല. ഞാൻ സാധാരണ പ്രാദേശികമായി പ്രവർത്തിച്ച് വരുന്ന ഒരാളാണ്. എൻ്റെ തൊഴിലൊക്കെ ഞാൻ അതിനോട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ എങ്ങനെ തോറ്റു എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. ആ ധാരണ എന്നുള്ളത് ആ 5 വർഷക്കാലത്തിനിടയിൽ എനിക്കെതിരായി CPM ഉം BJP നടത്തിയ ക്യാമ്പയിൻ, പ്രത്യേകിച്ച് അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്നു. എൻ്റെ പഞ്ചായത്തിൽ ഭൂരിപക്ഷമില്ല എങ്കിലും അവർക്ക് ഭരിക്കാൻ കിട്ടുന്നൊരു അവസരം ഉണ്ടായി. അപ്പോൾ നമ്മൾ നാളികേരം മുഴുവൻ നിൽക്കുന്നത് തെങ്ങിൻ്റെ മുകളിലാണ്. എത്ര ഉയരമുള്ള തെങ്ങിൻ്റെ മുകളിൽ കയറി എത്ര ഉയരത്തിൽ കയറി നാളികേരം ഇട്ടാലും ആ നാളികേരം കിട്ടണമെങ്കിൽ താഴ്ത്തു വരണം. താഴ്ത്തു വന്നാൽ ആ നാളികേരം എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എത്ര ഉയരത്തിൽ പോയാലും എൻ്റെ നാട്ടിൽ കോൺഗ്രസ് തോറ്റു എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്ക് അത് ഡൽഹിയിൽ ചെന്നാലും, രാഹുൽ ഗാന്ധി എൻ്റെ പഞ്ചായത്തിൽ ഗ്രാമസഭയിൽ ഫുള്ളായിട്ട് ഒരു ദിവസം ഇരുന്നതാണ് 2013. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് ഇപ്പം എന്താ സ്ഥിതി എന്ന് ചോദിക്കുമ്പോൾ അവിടെ CPM BJP കൂടി മത്സരിച്ച് BJP കൂടിയുള്ള ഒരു പഞ്ചായത്താണ് എന്നൊരു ന്യായീകരണ തൊഴിലാളിയായി പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ പഞ്ചായത്ത് ജയിക്കുക എന്നുള്ളത് പ്രാഥമികമായ എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ ഇതിനകത്തൊരു കൺസെപ്റ്റിൻ്റെ പ്രശ്നമാണ്. ആളുകൾ ചോദിക്കുകയാണ് ലോകസഭ, നിയമസഭ, പഞ്ചായത്ത്. ഞാൻ എൻ്റെ ഒരു ഒറ്റ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ ജനപ്രതിനിധികൾക്ക് ഏത് അളവുകോല് വെച്ചാൽ നിങ്ങൾ അളക്കണേ? ലോക്സഭാ മെമ്പറിനെയും നിയമസഭാ മെമ്പറും തമ്മിലുള്ള വ്യത്യാസത്തിന് നിങ്ങൾ ഏത് ടൂൾ ഉപയോഗിച്ചാണ് മെഷർ ചെയ്യുന്നത്? നിയമസഭാ അംഗത്തെയും പഞ്ചായത്ത് അംഗത്തെയും ഏത് ടൂൾ വെച്ചാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്? ഇതിൻ്റെ ഒക്കെ ആത്യന്തികമായ വിഷയം മെഷർമെൻ്റ് എന്ന് പറയുന്നത് ജനങ്ങളുമായി സംവദിക്കുകയും അവരുടെ വിഷയങ്ങൾ എങ്ങനെ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പച്ചെറുപ്പാണ്. ഇപ്പോൾ ഞാൻ നിയമസഭയിൽ മത്സരിക്കുമ്പോൾ 2 ലക്ഷം വോട്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ 1500 വോട്ടാണ്. അപ്പോൾ അത് ആ ഒരു വ്യാപ്തിയുടെ മാത്രമേ വിഷയമുള്ളൂ. സൈബറിടത്തിൽ എതിരാളികൾ മുഴുവൻ പരിഹസിക്കുകയാണ്. കാരണം ഇനി MLA ആയി നിന്നാൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ജയിക്കാൻ കഴിയുന്നൊരിടത്തേക്ക് മടങ്ങിപ്പോവുകയാണെന്നാണ് പറയുന്നത്. ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചാണ്. കാരണം എൻ്റെ അമ്മാമിയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. അപ്പാപ്പൻ എഞ്ചിനീയർ ആയിരുന്നു മുനിസിപ്പാലിറ്റിയിൽ, അത് 52-ലൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ഞാൻ വ്യാസ കോളേജിൽ 3 വർഷം, 2 വർഷം പിന്നെ വ്യാസ കോളേജിലും 1 വർഷം പിന്നീടും പഠിച്ച് 3 വർഷം പഠിച്ചിട്ടും എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് ചേരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും പ്രീ ഡിഗ്രി പഠിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പോയി, കോത്തഗിരിയിൽ പോയി ഹയർ സെക്കൻഡറി എഴുതി. പിന്നെ വലിയ മാർക്കിൽ ജയിച്ച് ഞാൻ സെൻറ് തോമസ് കോളേജ് ഡിഗ്രിക്ക് കയറി. അപ്പോൾ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് നിയമസഭയിൽ പരാജയപ്പെട്ട ആ പരാജയം ഞാൻ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ഞാൻ നിയമസഭയിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും അത് ഞാൻ പറഞ്ഞത് അത് ജയിക്കുക എന്നുള്ളതാണ്. എനിക്കൊരു ജയം അനിവാര്യമാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ പരാജയപ്പെട്ട ഒരാളല്ല. പക്ഷെ ഞാൻ ആദ്യമായി പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതെന്ന് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കൊരു ജയം അനിവാര്യമാണ്. അതിനെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എൻ്റെ നാട്ടുകാരെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും അടാട്ടുകാരെ എത്തി ചെല്ലുകയാണ്. അടാട്ടുകാരെ എന്നെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് കറക്റ്റാണ്. അതല്ലെങ്കിൽ പിന്നെ വീണ്ടും ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ജയം ഉറപ്പിച്ചു കഴിഞ്ഞോ ഇതുവരെയുള്ള പ്രചാരണം കഴിയുമ്പോൾ? അല്ല, ഞാൻ 2010 ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ 102 ബൂത്തുകളും 51 വാർഡുണ്ടായിരുന്നു. ആ 51 വാർഡിൽ ഞാൻ ലീഡ് ചെയ്തതാണ്. എൻ്റെ കൂടെ മത്സരിച്ച 47 സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വിജയിച്ചതാണ്. എൻ്റെ ഭൂരിപക്ഷം അന്ന് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എൻ്റെ പഞ്ചായത്തിലെ ലീഡ്, എനിക്ക് ഉണ്ടായിരുന്ന ലീഡ് 6500 വോട്ടാണ്. 6500 വോട്ടാണ് ഒരു പഞ്ചായത്തിലെ ലീഡ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്.
അത് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ 2000 മത്സരിച്ച അനിലക്കര 2025 മത്സരിക്കുമ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ജനിക്കാത്ത കുട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവാണ്. 25 വയസ്സായല്ലോ, 25 വർഷമായല്ലോ. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ജനിക്കാത്ത കുട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ 2 തലമുറ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ തലമുറയെ കൂടി കണ്ടു വേണം എനിക്ക് പിന്നെ എൻ്റെ പുതിയ തലമുറയ്ക്ക് അധികാരം കൈമാറി കൊടുക്കാൻ. അപ്പോൾ അതൊരു ടാസ്ക്കാണ്, ആ യത്നമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. വീടുകൾ കയറുന്നു, വോട്ടർമാരോട് വോട്ട് തേടുന്നു. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളുണ്ട്. വലിയൊരു എഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അതിൻ്റെ ഒരു സാധ്യത കുറച്ചുണ്ടോന്ന് UDFന്റെ? അല്ല, ഞാനിപ്പം എൻ്റെ വാർഡിൽ പിന്നെ ആദ്യം ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന മുമ്പ് കയറി, അതിനുശേഷം എൻ്റെ അഭ്യർത്ഥനയുമായി കയറി, പിന്നെ ഞാൻ എൻ്റെ വെരിഫിക്കേഷനുമായി കയറി, പിന്നെ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുമായി കയറി. അപ്പോൾ അവർ ഞങ്ങളുടെ പഞ്ചായത്തിന് ഒരു പ്രത്യേക നിങ്ങൾ ശ്രീരാമകൃഷ്ണാശ്രമവും ശാരദാ മന്ദിരവും അമല ആശുപത്രിക്കുള്ള ഒരു മറ്റ് നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തിക് പോപ്പുലേഷനായി ഹൈ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്കുണ്ടായിരുന്ന നീഡ്സ് എത്ര നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്, ഇനി എന്ത് കിട്ടും എന്നുള്ളതാണ്. അത് വ്യക്തിപരമായിട്ടല്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കേരളത്തിലെ ആദ്യത്തെ മാലിന്യ സംസ്കരണ പദ്ധതി എവിടെയായിരുന്നു, അത് ഈ പുതിയ ഭരണസമിതി തകർത്തു. 100% കുടിവെള്ളം കിട്ടിയിരുന്നതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ പ്രശ്നത്തിലേക്ക് പോകുന്നില്ല. അതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പിന്നെ ഇടയിൽ എന്നോട് ഇന്നലെ ഞാൻ വീട്ടിൽ കയറി പറഞ്ഞു, TV ഞങ്ങൾ ഓഫ് ചെയ്യാൻ, ഈ തെരഞ്ഞെടുപ്പ് കാലമായാൽ ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് വരുന്നത്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ TV കാണാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെയായിരിക്കും എൻ്റെ ഉത്തരം. ഫാക്ട് ഇല്ലാത്ത ആരോപണമാണ്. അല്ല, അവർ പറഞ്ഞത് എൻ്റെ കാര്യങ്ങളല്ല. ഞാൻ ആ വിഷയത്തിൽ എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞു, ഇന്നലെ ഒരു സണ്ണി എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിൽ കയറിയപ്പോൾ പിന്നെ അവിടെ ബ്രേക്കിംഗ് ഈ ഫുള്ളായിട്ട് വാർത്ത പോവുകയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള മസാലകൾ വരും, ഞങ്ങൾ TV തന്നെ വെക്കില്ല, അത് ഓഫ് ചെയ്യാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ താഴെത്തട്ടില് സാധാരണക്കാർക്കിടയിൽ ഈ വിവാദങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാന്നില്ല, അതിൽ സ്വർണ്ണക്കൊള്ളയും വരും. അല്ല, അവരുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു, സ്വർണ്ണക്കൊള്ള അതൊക്കെ വളരെ ചർച്ചയാണ്, അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവരുടെ കുടിവെള്ള പ്രശ്നമാണ്, പ്രാദേശിക പ്രശ്നമാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ മറുപടി പറയേണ്ടി വന്നത്, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സ്വജൽധാര എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. വലിയ അഴിമതി നടന്ന പദ്ധതിയാണ്. CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട് റോഡുകൾ മുഴുവൻ എവിടെയൊക്കെ നോക്കിയാൽ കാണാം, ഈ റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചു. ആ റോഡുകൾ എല്ലാ ഗ്രാമീണ റോഡുകളും, കേരളത്തിലെ എല്ലാ ഗ്രാമീണ റോഡും വെട്ടിപ്പൊളിച്ചു. അപ്പോൾ അതിനെ പിന്നെ റോഡ് വെട്ടിപ്പൊളിക്കുന്ന മുമ്പ് അത് അതുപോലെ ആക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് അടച്ചിട്ടുണ്ടാവും, LSD ഡിപ്പാർട്ട്മെന്റ് അടച്ചിട്ടുണ്ട്. പിന്നെ അദാനി ഗ്യാസ് പൈപ്പിന്റെ ലൈൻ, ഈ 2 റോഡുകൾ മുഴുവൻ തകർത്ത് കിടക്കുകയാണ്. അപ്പോൾ ആളുകൾ പോകുന്നത് ഞങ്ങൾക്ക് ആ റോഡൊന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഉറപ്പ് കൊടുത്തു, 100 ദിവസത്തിനകത്ത് ഞാൻ റോഡ് ശരിയാക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. മാലിന്യത്തിന്റെ വിഷയം പറഞ്ഞു, കുടിവെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു, സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം പറഞ്ഞു. അതിനേക്കാൾ രൂക്ഷമാണ് ഈ യൂസർ ഫീ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്. 200 രൂപ ടാക്സ് അടയ്ക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും യൂസർ ഫീ വാങ്ങുന്നത് ഒരു വർഷം പിന്നെ 600 രൂപയാണ്. 50 രൂപ വെച്ച് യൂസർ ഫീ വാങ്ങാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു മാലിന്യവും ഇല്ല, ഞങ്ങൾ ക്ലിയറായി സംസ്കരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് ഞങ്ങൾ ക്ലിയറായിട്ട് കഴുകി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഞാൻ 50 രൂപ കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. തൃശ്ശൂരിൽ എൻ്റെ ഓഫീസ്, ഒരു മാലിന്യവും ഇല്ല, അവിടെ 50 രൂപ കൊടുക്കേണ്ടി വരികയാണ്. എൻ്റെ ഓർഗാനിക് ഫാം ഉണ്ട് വടകരപ്പതി പഞ്ചായത്തിൽ, അവിടെ 50 രൂപ കൊടുക്കേണ്ടി വരികയാണ്. ഞാൻ 150 രൂപ വെച്ചിട്ട് മാസം പിന്നെ യൂസർ ഫീ കൊടുക്കാൻ. എന്തിനാണ് പിന്നെ ബിൽഡിംഗ് ടാക്സ് കൊടുക്കുന്നത്? എന്തിനാണ് ലൈറ്റിന് ഫീസ് ടാക്സ് കൊടുക്കുന്നത്? സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എന്തിനാണ് ലേബർ സെസ് കൊടുക്കുന്നത്? ഞാൻ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ പിന്നെ പഞ്ചായത്തിൻ്റെ നിയമസഭാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് 3 നിയമങ്ങളാണ്, 3 ടാക്സാണ് സാധാരണ കുടുംബങ്ങൾക്കുള്ളത്. അമെൻമെന്റ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നത്. നമ്മൾ ചലഞ്ച് ചെയ്യാതിരുന്നതാണ്. ആ യൂസർ ഫീ ഈടാക്കുന്നത് ശരിയല്ല. മാലിന്യ നിർമ്മാർജ്ജനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി ഞാനത് കൃത്യമായി പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ, കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ യൂസർ ഫീ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കും. അടാട്ട് പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വന്നാൽ അവിടെ യൂസർ ഫീ ഈടാക്കാതെ നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഈ പിന്നെ സ്വർണ്ണക്കൊള്ള എന്ന് കേൾക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പെട്ടെന്ന് ഓടി വരുന്നത് ഇത് മാത്രമല്ല, സ്വപ്ന സുരേഷിനെയും ഓർമ്മ വരികയാണ്, അത് കഴിഞ്ഞ് അയ്യപ്പനെയും ഓർമ്മ വരികയാണ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട ആ ഫാമിലിയെ മൊത്തം ഓർമ്മ വരുന്നത്. അപ്പം അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സ്വർണം ലൈബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ സ്വർണം എവിടെയുണ്ടോ അവിടെ പിണറായി ഉണ്ട്. ശരി, സുജിത്ത് പൂജാരി കൂടിയാണല്ലോ, ഇപ്പൊ അത് മാറ്റി വെച്ചിട്ടാണോ ഈ സ്ഥാനാർത്ഥി? ഒരു മാസത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 13 വർഷത്തോളം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഞാനിപ്പോൾ മത്സരിക്കുന്ന ഒരു ചൂന് പഞ്ചായത്തിലെ പുതുശ്ശേരി, അതിലൊരു 2 വാർഡ് എനിക്കുണ്ട്. നല്ല അനുകൂല സ്ഥിതിയുണ്ട്.
നല്ല വോട്ടർമാർ എനിക്കുണ്ട്, നല്ല ജയിച്ചു വരുന്ന വിശ്വാസം. അതെ, തീർച്ചയായിട്ടും എൻ്റെ വൈഫ് ഹൗസ് കൂടി അവിടെയാണ്, പുതുശ്ശേരിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല വിശ്വാസമുണ്ട്. ഏതാ അവിടെ വന്നിട്ട് പിന്നെ അതെ, അമ്പലത്തിൽ വന്നിട്ട് പരിചയത്തിന്റെ മുകളിലായിരുന്നു. എതിർപ്പൊന്നുമില്ല, അപ്പോൾ നല്ല കുഴപ്പമില്ല. മധുവിധ കാലത്താണ് ഇലക്ഷൻ വരുന്നത്. അപ്പൊ അതിന്റേതായ ഒരു കലഹമുണ്ടോ വീട്ടിൽ നിന്ന്? ഇല്ല, അങ്ങനെ വൈഫ് ഓക്കെയാണ്? ഓക്കെയാണ്. കാരണം എൻ്റെ കൂടെ എൻ്റെ എല്ലാ അവസ്ഥയിലും ഒപ്പം നിന്നിട്ടുള്ള പാർട്ടി, സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും ഏതൊരു ഘട്ടത്തിലും എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളതാ. അപ്പോൾ പിന്നെ അവരൊന്നും പറയില്ല, അവർക്ക് വിശ്വാസമാണ്. വർഗീസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കാര്യമാണ്. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും, അതിനെ അംഗീകരിക്കും. അത് നമുക്കൊരു ദുരിതം പറഞ്ഞ കാര്യം അവർ പറയില്ല, അപ്പോൾ അതിനകത്ത് നമ്മൾ നിൽക്കും. അക്കരെ ഇനി വടക്കാഞ്ചേരിയിലേക്കില്ലേ? അല്ല, ഞാനത് പറഞ്ഞല്ലോ, ഞാനത് വടക്കാഞ്ചേരി എൻ്റെ മണ്ഡലമാണല്ലോ. അല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കോ ഇല്ലയോ എന്നാണ് ചോദ്യം. അവിടെ അവിടുത്തെ CPM ചോദിക്കുന്ന പോലെ പറയരുത്. അവിടെ CPM പ്രചരണം നടത്തുന്നത് എന്താണ്? അനിൽ അക്കര 6 മാസം കഴിഞ്ഞാൽ രാജിവെക്കും, പിന്നെ അങ്ങനെയാണ് പറയണേ. അപ്പം ഞാൻ അതിനുള്ളൊരു മറുപടിയാണ്. അപ്പോൾ അനിൽ അക്കര എങ്ങനെ രാജിവെക്കുക? ഞാൻ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കണ്ടേ, എന്നാലും എനിക്ക് രാജിവെക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നിയമസഭാ മത്സരത്തിൽ പിന്നെ നിൽക്കണ്ടേ, അവിടെ ഞാൻ ജയിക്കണ്ടേ. അപ്പൊ സേവ്യർ ചെറുപള്ളി തോറ്റോ? സേവ്യർ ചെറുപള്ളി തോറ്റോ? ചോദ്യമാണ്, ശരിയാണ്. പക്ഷേ ചോദ്യത്തിന് CPM തന്നെ മറുപടി പറയട്ടെ, ഞാൻ പറയുന്നില്ല. ഞാൻ പഞ്ചായത്ത് മെമ്പറായി 6 മാസം കഴിഞ്ഞ് രാജിവെക്കുന്നതാണ് CPM നടത്തുന്ന പ്രചരണം. അല്ല, ഞാൻ മത്സരിക്കുന്ന വാർഡിൽ എല്ലാ വീട്ടിലും കയറി പറയാൻ 6 മാസം കഴിഞ്ഞാൽ എല്ലാവരും രാജിവെക്കും, ഇവിടെ ബൈ ഇലക്ഷൻ വരുന്നതാണ്. അതിന് എൻ്റെ മറുപടി, അപ്പം ഞാൻ രാജിവെക്കണമെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ടാവണം. ഒന്ന്, ഞാൻ എൻ്റെ വാർഡിൽ മത്സരിച്ച് ജയിക്കണം. അത് കഴിഞ്ഞ് ഞാൻ വടക്കാഞ്ചേരി നിയമസഭയിൽ മത്സരിച്ച് ജയിക്കണം. അപ്പോൾ സേവ്യർ ചെറുപള്ളി തോറ്റോ? CPM മറുപടി പറയട്ടെ. ഒരിക്കൽ കൂടി നിന്നാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ എന്ന തോന്നലുണ്ടോ അക്കരയ്ക്ക്? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഞാൻ പിന്നെ എൻ്റെ ജയം, എൻ്റെ പരാജയം, എൻ്റെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് അടാട്ട് പഞ്ചായത്തിലെ വിജയമാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഞാൻ തുടങ്ങിയ രാഷ്ട്രീയം അടാട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജനപ്രതിനിധിയായിട്ടാണ്. അവിടെ നിന്നാണ് നിങ്ങൾ കേരള നിയമസഭയുടെ ചിത്രം എടുത്ത് നോക്കിയോ. ഇങ്ങനെ ഗ്രാസ് റൂട്ടിൽ നിന്നും വാർഡ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, വാർഡ് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡന്റായി എന്ന MLA വളരെ കുറച്ച് ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ പഞ്ചായത്ത് കോൺഗ്രസ് ജയിക്കാതെ എനിക്ക് സ്വാഭാവികമായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു ലൈവായിട്ടുള്ള ഒരു സാധനം പറയാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് വീടിൻ്റെ തറ പോലെയാണ് അടാട്ട് പഞ്ചായത്തിലെ പാർട്ടിയുടെ ജയം. ആ ജയമാണ് ഇതിനെല്ലാം ഉത്തരം. എന്തായാലും ഇപ്പോൾ ഒരു UDF അനുകൂല തരംഗം തന്നെയാണ് എല്ലായിടത്തും സംസ്ഥാനത്തുടനീളം അലയടിക്കുന്നത്. അങ്ങനെയാണോ റിപ്പോർട്ടുകൾ വരുന്നത്? അല്ല, ഞാൻ എൻ്റെ പഞ്ചായത്തിൽ ഞാനൊരു ശാസ്ത്രീയമായി ഇതൊക്കെ നോക്കി ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് വളരെ അനുകൂലമായ സപ്പോർട്ടാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള റോഡുകൾ നിങ്ങൾ എടുത്ത് നോക്കിയോ. നിങ്ങൾ ഇപ്പോൾ CPM ഭരിക്കുന്ന പഞ്ചായത്തിലാണോ ഞാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇതിൻ്റെ ഉൾവഴി നടന്നു നോക്കി, എല്ലാ റോഡും തകർന്നു. രണ്ടാമത്, ഈ 50 രൂപ യൂസർ ഫീ വാങ്ങുന്നത് ഒരാൾക്കും താല്പര്യമില്ലാത്തതാണ്. 200 രൂപ വീട്ടുനികുതി വാങ്ങുന്ന വീട്ടുകാരനാണ് 600 രൂപ ടാക്സ് കൊടുക്കുന്നത്. പഞ്ചായത്തിൽ ഞാൻ പ്രസിഡന്റായ സമയത്ത് എൻ്റെ മുന്നിൽ വന്ന ഏറ്റവും വലിയ പരാതി, ഒരു വീടിന് 500 രൂപ ടാക്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പിറ്റേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ വരും ഈ ടാക്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. 500 രൂപ ടാക്സ് ഇട്ടത് അത് 200 ആക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോക്കൽ അന്വേഷിച്ച് നോക്ക്. അവിടെയാണ് ഈ ഇഞ്ചക്ഷൻ പോലെ മാസം 50 രൂപ വെച്ച് പഠിക്കണേ. 12 മാസം മേടിച്ച 600 രൂപയാണ്. അത് ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്. അത് സർക്കാർ പിന്നെ പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ജീവനക്കാരെ വെച്ച് ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കണം, ആളുകളെ ഈടാക്കേണ്ടതല്ല. എന്തായാലും അക്കരെ തിരക്കിലാണ്. സ്വന്തം നിലക്ക് കരകയറണം, ഒപ്പം സുജിത്തിനെ പോലെയുള്ളവരൊക്കെ കരകയറ്റം വേണം. എന്തായാലും അക്കരയിലൂടെ പഞ്ചായത്ത് പിടിക്കുക തന്നെയാണ് UDF ലക്ഷ്യമിടുന്നത്. അപ്പോൾ അടാട്ട് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ, അതൊക്കെ കഴിഞ്ഞ് വടക്കാഞ്ചേരിയിലേക്ക് അക്കരെ തിരിച്ചെത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം. മറ്റൊരിടത്ത് വെച്ച് വീണ്ടും അപ്പോൾ അടുത്ത ലക്ഷ്യത്തിലേക്ക്.